بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. قال الله عز وجل: إذا صلت المرأة خمسها وصامت شهرها وحفظت فرجها وأطاعت زوجها قيل لها ادخل الجنة من أي أبواب الجنة شئت. شفيعنا رسول الله. يا خير من دفين بالقاء يعلمه فطاب من طيبهن الكاء واللكم. نفسي فداء لقبر ساكنه فيه العفاف وفيه الجود والكرم. عند الشفيع الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا. يا ربي بالمصطفى بلغ مقاصدنا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم. സർവ്വാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട BS സിറാജുദ്ദീൻ സാഹിബ് പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച എൻ്റെ ആത്മീയരും എൻ്റെ സഹപ്രവർത്തകരും നമ്മുടെ ജില്ല കണ്ട ഏറ്റവും നല്ല അനുഗ്രഹീത MC-യും കൂടിയായിട്ടുള്ള നമ്മുടെ സദർ മുഅല്ലിം ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ, ഹ്രസ്വമായിട്ടാണെങ്കിലും പ്രൗഢമായ അർത്ഥഗർഭമായ സാരവത്തായ പ്രഭാഷണം കൊണ്ട് ഉപദേശം കൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടി ആധികാരികമായി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യരും ബഹുമാന്യരും അതിലേറെ സ്നേഹിതരും സഹപ്രവർത്തകരും നമ്മുടെ ഈ മഹല്ലത്തിന്റെ പ്രഗത്ഭരായ ഖതീബും അനുഗ്രഹീത സംഘാടകരും പണ്ഡിതരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ജാബിർ ഫൈസി ബനാനി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, ഏറെ സ്നേഹം നിറഞ്ഞ യുവജനങ്ങളെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ആത്മീയ സംഗമം പൊരുത്തപ്പെട്ട പരമലായി കബൂൽ ചെയ്യട്ടെ. ഉദ്ദേശിച്ചതിനേക്കാളേറെ വിജയവും അതിനേക്കാളേറെ ഉപകാരവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ നല്ല മാസത്തിന്റെയും ഈ നല്ല രാത്രിയുടെയും ഈ നല്ല മജ്ലിസിന്റെയും ബർക്കത്തുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മളിൽ, നമ്മുടെ ഉമ്മവാപ്പമാരിൽ, നമ്മുടെ ഭാര്യ മക്കളിൽ, നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ, നമ്മുടെ കൂട്ടുകുടുംബക്കാരിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാരിൽ, ദ്വാരക്കണേ എന്ന് വസിയത്ത് പറഞ്ഞവരിൽ, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നാളേറെയായി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, ത്യാഗം ചെയ്ത, സഹായിച്ച, സഹകരിച്ച എല്ലാവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് പരിപൂർണമായും ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊരുത്തത്തിലായി, അവന്റെ താഴത്തിലായി, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിലുള്ള രോഗികൾ, പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നരായ ശൈഖുനാ തഖവ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ വലിയ മഹാന്മാരുടെ രോഗങ്ങളൊക്കെയും അല്ലാഹു പരിപൂർണമായും ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെയും ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ബഹുമാനികളെ, സമയം 10:16. ഒരു 11:16 ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ പിന്നെ തങ്ങൾ വരും. മഹാനരായ തങ്ങളവരുടെ ഉപദേശവും ആ പ്രാർത്ഥനയുമാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബദ്രിയ ജുമാ മസ്ജിദ് മങ്കരഘട്ട, അതുപോലെ തന്നെ ഖിദ്മത്തുൽ ഇസ്ലാമിക് വിമൻസ് അസോസിയേഷൻ ഇതിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച
മഹത്തായ സലാത്തിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു ഏകദിന മതവിജ്ഞാന സദസ്സിലാണ്, മതപ്രഭാഷണ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. വളരെയേറെ അനുഗ്രഹീതമായ അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്തായ ഒരു സംഗമമാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ. ഇതിന്റെ വിലയും ഇതിന്റെ മണവും ഇതിന്റെ ഗുണവും ഇതിന്റെ പോരിശയും ഇതിന്റെ മഹത്വവും ഇതിന്റെ പ്രസക്തിയും ഇതിന്റെ പ്രസിദ്ധിയും ഒരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അയാളെ കാലം മുഴുവനും ഇതുപോലെയുള്ള മജ്‌ലിസിൽ ഞാൻ കിട്ടിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ പിന്നെ പൊതുവെ ഇത്തരം കാര്യങ്ങളിലെല്ലാം മടി കാണിക്കുന്നവരാണ്. നമുക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവിടെ സംഘാടകർ ഉണ്ടല്ലേ, അത് കേട്ടെങ്കിൽ മാത്രം മതിയാവല്ല, അതുള്ള കൺട്രോൾ ആക്കണം. പോയിട്ട് കൂറ്റാക്കുന്നതിൽ കേട്ടെങ്കിൽ മാത്രം മതിയാവല്ല, ബാഡ് ചെല്ലാം കുത്തിയിട്ട് പോയിട്ട് അവിടെ ലൈൻ നിന്നോളൂ. ജോറാക്കണ്ടപ്പറാക്കി കിടാക്കല്ല ബലിയങ്ങ ഞങ്ങൾക്ക് ബുദ്ധി കമ്മി, പിന്നെ ചെറിയ ഞങ്ങളെ ചെല്ലണം. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം മാത്രം എല്ലാവരും ഒന്ന് ഇരുന്ന് തരണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഉണർത്തുകയാണ്. സൗകര്യപ്പെടാത്തവർ ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ട നിർബന്ധമായ സാഹചര്യമുള്ളവർക്ക് പോകാവുന്നതാണ്. ഏതായാലും അല്ലാഹു നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇഖ്ലാസ് ഏറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മുടെ നാടിന് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ യുവജനങ്ങളുടെ കൂട്ടായ്മയായ ഖിദ്മത്തുൽ ഇസ്ലാം ഇൻകമിഷൻ അസോസിയേഷന്റെ പ്രമുഖ സാരഥ്യത്തിലാണ് നടക്കുന്നത്. അവർക്ക് ഒരു വലിയ നേതൃത്വമായി ബദരിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഒരു സപ്പോർട്ട്. കാലങ്ങളേറെയായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നു നമ്മുടെ സംഘടന. ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്ക് പറഞ്ഞു തന്നിടത്തോളം ഒരുപാട് പാവപ്പെട്ട പെണ്ണുകിടാക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി അവർ സഹായിച്ചു, അതിനുവേണ്ടി നേതൃത്വം കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്കൊക്കെ അവർ ഒരുപാട് അധ്വാനിച്ചു. അങ്ങനെയുള്ള ഒരു സംഘടനയാണ് നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം സംഘടന. ഏതായാലും അൽഹംദുലില്ലാഹ് എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് തന്നെ നടത്തപ്പെടുന്ന ഈ മഹത്തായ പരിപാടി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഈ ഒത്തുകൂടലും നമ്മുടെ ഈ സഹായവും സപ്പോർട്ടും ഈ ഒരുമയും ഈ ഒത്തൊരുമയും ഇത് എപ്പോഴും പോകണം. ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ നേരത്തും ഈ ഒത്തൊരുമ, പൊതുവെ നമ്മുടെ സമുദായത്തിനിടയിൽ നിന്ന് ഏറി വരുന്ന ഒന്നാണ് ഭിന്നമത. വേറെ ആരുടെ ഇടയിലില്ല, നമ്മുടെ ഇടയിൽ കുറച്ച് ജോറാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നപ്പോ പടച്ച റബ്ബ് എല്ലാ ദുആക്കും ഉത്തരം ചെയ്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ദുആ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം കൊടുക്കാതിരുന്നിട്ടില്ല. മുത്തനബി തങ്ങളുടെ ആവശ്യം അല്ലാഹു പരിഗണിക്കാതിരുന്നിട്ടില്ല. മുത്തനബി തങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് മതി വരുവോളം ഞാൻ തരുമെന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞ ഒരു ഖറാറാണ്. എന്നാൽ നബി തങ്ങൾ ചോദിച്ച ഒരു ദുആയുണ്ട്, പടച്ച റബ്ബേ എന്റെ സമുദായത്തെ ഒന്നിപ്പിക്കണം തമ്പുരാനെ. അവർക്കിടയിൽ ഭിന്നമത, അപസ്വര, അസ്വാരസ്യ ഇത് ഉണ്ടാക്കരുത് അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നപ്പോൾ ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എന്തേ? അല്ലാഹ്ക്ക് പണ്ടേ അറിയാം, ഓർന്നേരാവേല. ബാല്യക്കാരാക്കിയെങ്കിൽ വയസ്സന്മാർക്കാന്നില്ല, വയസ്സന്മാർ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ബാല്യക്കാർക്കാന്നില്ല. ബദരിയ കമ്മിറ്റി ആക്കിയെങ്കിൽ യങ് മെൻസിനാന്നില്ല, യങ് മെൻസ് ആക്കിയെങ്കിൽ ബദരിയ കമ്മിറ്റിക്കാന്നില്ല. യൂത്ത് വിംഗ് ആക്കിയെങ്കിൽ മൂത്ത കമ്മിറ്റിക്കാന്നില്ല, മൂത്ത വിംഗ് ആക്കിയെങ്കിൽ യൂത്ത് കമ്മിറ്റിക്കാന്നില്ല. ഇനി ഏടായെങ്ങോ ആയില്ലെങ്കിലും പള്ളിന്റെ കമ്പൗണ്ടുള്ളിൽ എന്തു ആന്നില്ല, പുറത്തല്ല. ഇടുത്ത വിഷയമല്ല. ഇങ്ങനെ നാളെ ക്ലിപ്പാക്കിയെങ്കിൽ മോശമില്ല, ആക്കിയില്ലെങ്കിൽ മോശമില്ല. കളവ് പറയുന്നില്ല, ഉള്ളതേ പറയുന്നുള്ളൂ, അത് നന്മ ഉദ്ദേശിച്ചേ പറയുന്നുള്ളൂ. അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. നമ്മുടെ ദീനും ഇസ്ലാമും നമ്മുടെ എല്ലാ ജീവിതത്തിലും മനുഷ്യന്മാർക്ക് വലിയ ബേജാറ്. ഉസ്താദ് നിങ്ങൾ ചെല്ലുന്നപ്പോ നിങ്ങൾക്ക് ടൈം ഉണ്ടോ, അയാളെ വരാനായില്ലേ, ഇയാളെ വരവായില്ലേ, നിങ്ങൾക്ക് ടൈം ഉണ്ടോ
പിന്നെ ടൈം പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. സംഘാടകർ മുന്നേ പരിപാടി കേൾക്കണം, സംഘടിപ്പിച്ച ആൾ മുന്നേ പരിപാടി കേൾക്കണം, നാടിന്റെ നേതാക്കൾ പരിപാടി കേൾക്കണം. ഏതോ ആൾക്ക് വയലല്ല, ഇത് എല്ലാവർക്കും ഉള്ള വയലാണ്. ഈ സമുദായത്തിന് മൊത്തമുള്ള ഉപദേശമാണ്. ഈ ഉപദേശം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടണം. ഇതൊരു പാട്ട് കച്ചേരിയല്ല, ഇതൊരു സംഗീത കച്ചേരിയല്ല, ഇതൊരു യക്ഷഗാന വേളാട്ടയല്ല, അല്ലെങ്കിൽ ഈ കാതിൽ കേട്ടിട്ട് മറ്റേ കാതിൽ വിടാനുള്ളതല്ല. ഇത് നമ്മുടെ കാതിൽ കേട്ടിട്ട് കൽബിന്റെ അകത്തേക്ക് ഇറക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഉപദേശങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇവിടെ ഒത്തുകൂടിയതിന് അള്ളാഹിന്റെ അടുക്കൽ വലിയ ഇബാദത്തിന്റെ കൂലിയുണ്ട്, അള്ളാഹിന്റെ അടുക്ക വലിയ പ്രതിഫലമുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ല, സ്വാഗത പ്രസംഗത്തിൽ ഫൈസി ഉസ്താദ് പറഞ്ഞല്ല, ഉദ്ഘാടന പ്രസംഗത്തിൽ ഫൈസി ഉസ്താദ് പറഞ്ഞല്ല, ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന്. എന്തേ ഇത് സ്വർഗത്തിന്റെ തോപ്പായി? ഞങ്ങൾ ഇരിക്കുന്നത് എവിടെയാ? വലിയ ടൈൽസിന്റെ മുകളിലല്ല, AC റൂമിലല്ല. എന്നിട്ടും മുത്തുനബി തങ്ങൾ പറഞ്ഞു ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന വേളയാ. എന്തുകൊണ്ട്? അള്ളാനെ മാത്രമേ ഇവിടെ പറയപ്പെടുന്നുള്ളൂ, മുത്തുനബി തങ്ങളെ മാത്രമേ ഇവിടെ പറയപ്പെടുന്നുള്ളൂ, ഇവിടെ അള്ളാന്റെ ദീനിന്റെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചോടത്തോളം, കരകളഞ്ഞ ഈമാനുള്ള മുഅ്മിനിനെ സംബന്ധിച്ചോടത്തോളം പടച്ച റബ്ബ് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, നിഅമത്താണ് ഈ സംഗമ, ഈ ഒത്തുകൂടല്, ഈ ഒത്തുചേരല്. ഇത് ചെറിയ കാര്യമല്ല. വിശ്വാസിയെ സംബന്ധിച്ചോടത്തോളം ഇത് വലിയ നിഅമത്താണ്. ഈമാനില്ലാത്തവർക്ക് പിന്നെ ഇതുണ്ടായിട്ട് എന്ത് കാര്യം? ഈമാനില്ലാത്തവന് പിന്നെന്ത് മജ്ലിസ്? ഈമാനില്ലാത്തവൻ എന്ത് വഅല്? ഈമാനില്ലാത്തവൻ എന്തല്ലാഹ്? അവരെ പറ്റി നമുക്ക് ചർച്ചയില്ല. പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് ചെയ്ത നിയമത്തുകൾ കുറവല്ലല്ലോ. എത്ര നിയമത്തുകളാ നമുക്ക് ചെയ്തു തന്നത്? അല്ല ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ്? എണ്ണിയാൽ തീരുമോ? അല്ല ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണിയാ തീരുമോ? നീ തിരിച്ചോണ്ടേ ഇരിക്കണ്ട, സെറ്റാക്കിട്ട് വെക്ക്. ഓക്കെ, കൈയ്യട്. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങള് അത് എണ്ണിയാ തീരല. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുസ്സൂഹാ. പടച്ച റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് എത്ര നാൾ ആർക്കും ഒരാൾക്കും ചൊല്ലതീറാ. പടച്ച റബ്ബ് നക്കൊന്നും തന്നിട്ടില്ല, നണ്ടിട്ടൊന്നുമില്ല. അല്ല നണ്ട നോക്കില്ല, നണ്ടല്ല കൈപുട്ര എന്ന് ഒരാളും പറയാൻ പാടില്ല. പടച്ച റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തോ. ആദ്യം ഞങ്ങളെ പടച്ചവനെ പഠിക്കണോ, പടച്ച റബ്ബിനെ അറിയണോ. ആരാണല്ലോ? ആരാണ് അല്ലാഹ്? മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. നീ നിന്നെ അറിഞ്ഞാൽ നിന്റെ റബ്ബിനെ നിനക്കറിയാ. നീ നിന്നെ അറിഞ്ഞാ മതി. നീ ആരാണെന്ന് നീ ആദ്യം പഠിക്കണോ. നീ ആരെന്ന് നീ ആദ്യം ഫസ്റ്റ് പഠിക്കണോ. എന്നാൽ തന്നെ നിനക്ക് അല്ലാഹനെ പഠിക്കാം. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ നോക്കൂ. ഞങ്ങൾ ആരുമായിരുന്നില്ല. മേലായ റബ്ബിന്റെ ഖുദ്റത്ത് നോക്കൂ. ഈ കാണുന്ന വിശാലമായ ലോകം ഒരു തൂണ് പോലും കൊടുക്കാതെ മുകളിലോട്ട് നിർത്തിയിട്ടുള്ള ആകാശലോകം പ്രവിശാലമല്ലേ? ആരാണത് താങ്ങി നിർത്തിയത്? ആരാണ് ഈ ലോകത്തെല്ലാം പടച്ചു വച്ചത്? ഇവിടെയുള്ള മനുഷ്യര്, ബുദ്ധിയുള്ള സംസാരശേഷിയുള്ള ഒരേ വിഭാഗം സൃഷ്ടിയാണ് മനുഷ്യര്. മനുഷ്യരല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും സംസാരശേഷിയില്ല. സംസാരിക്കുന്നവര്, സംഭാഷണം നടത്തുന്നവര് മനുഷ്യരായ നമ്മൾ മാത്രമോ ആണ്. സത്യത്തിൽ മറ്റുള്ള ജീവികളെക്കാളേറെ, മറ്റുള്ള സൃഷ്ടികളെക്കാളേറെ ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, കരയിലുള്ളതാകട്ടെ കടലിലുള്ളതാകട്ടെ, ഏത് സൃഷ്ടികളായാലും ആ സൃഷ്ടികളെക്കാളേറെ ശ്രേഷ്ഠരായവർ മനുഷ്യരാണ്. മനുഷ്യരാണ്. എന്തേ കാരണോ? എന്തേ കാരണോ? മനുഷ്യർക്ക് ശക്തിയുള്ളത് കൊണ്ടാണോ? മൃഗങ്ങളെക്കാളേറെ മനുഷ്യ വലിയ ദർജയിലെത്തിയത്, വലിയ മഹത്വ, വലിയ സ്ഥാനപദവി മനുഷ്യർക്ക് കൊടുത്തതു. മൃഗങ്ങളെ കാട്ടിയാറാ വലിയ ഡിഗ്രി കൊടുത്തതു, വലിയ ആ ഒരു മർത്തബയിൽ വെച്ചത്. എന്തേ? അയാൾക്ക് ശക്തി കൊണ്ടു. അയാളെ കൈകാളെല്ലാം നല്ല ബണ്ണം കൊണ്ട് ചൊന്നിട്ടാ. നിന്റെ കാട്ടിയ ബണ്ണ ആനയില്ല ഇവിടെ. ആനന്റെ ശക്തി എത്ര? ആന പോട്ടു, നിക്കൊരു കൊതുന്റെ അത്ര ശക്തിയല്ല. ഒരു കൊതുന്റെ അത്ര കൊതു നിങ്ങൾ ചൊല്ലോ. കൊതു നന്നല്ലേ? പുതു നല്ലല്ലേ?
കേട്ടതേ തിരിഞ്ഞിട്ടില്ല നമുക്ക്. നിങ്ങളിട്ട കൊതു ആ ജാവ് ഉറങ്ങപ്പെടാത്തൊരു സാമാനം ഉണ്ടല്ലേ? യൂട്യൂബല്ല, അതേങ്ങനെ വിടൂ, അതേങ്ങനെ ഉണ്ടല്ലോ, ഉറക്കില്ലാതെ മണ്ണുമില്ല. കൊതു ആ കൊതുന്റെ അത്ര പോലും ശക്തി ഞങ്ങൾക്കില്ല. ഞങ്ങൾ പണ്ണിയോ അഹങ്കാരം അടിക്കുന്നത്. ഞാൻ വലിയ പ്രസിഡന്റ്, ഞാൻ വലിയ അധ്യക്ഷ, ഞാൻ വലിയ വയലിൻ്റെ ആള്, ഞാൻ വലിയ തങ്ങ, ഞാൻ വലിയ ഉസ്താദ്, കാളി, കുലാത്ത്, മാങ്ങാത്തൊലി, മണ്ണാങ്കട്ട അല്ലേ? വെറും അഹങ്കാരമാണത്. നീ എന്തായെങ്കിലും എത്ര വലിയ ആളായെങ്കിലോ സത്യം പറഞ്ഞാ നീ ഒന്ന് പഠിച്ചാ കൊതുകിന്റെ അത്ര പോലും നിനക്ക് ശക്തിയില്ല. കൊതുകിനെ നോക്കിയാ നീ ഇപ്പം ഞങ്ങളെ തടിയിൽ ബ്ലഡ് ഉണ്ട്, ചോര ഉണ്ട്. ഞങ്ങൾ ഓരോരുത്തൻ്റെ ചോര ഓരോരോ ഗ്രൂപ്പാണ്. എല്ലാവരും ഓരോ ഗ്രൂപ്പല്ലല്ലേ? അല്ലെങ്കിൽ ഗ്രൂപ്പ് പള്ളിൻ്റെ കമ്പൗണ്ടിനുള്ളിൽ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് പോ. മംഗലത്തോടെ പോയിട്ട് പൊക്കൾ ഗ്രൂപ്പ് ബിരിയോളെ തിന്നുമ്പോൾ ഒരു ഗ്രൂപ്പല്ല ഉണക്കും. അവിടെ ഒരു പാർട്ടിയും ഇല്ല. അവിടെ അങ്ങോട്ടേക്ക് നാ ഒന്തു ഒരേ ചെമ്പു ഒരേ ഒന്തു പള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കത് വേണ്ട, ഇത് വേണ്ട. അതെ അവിടെ ഇവിടുത്തെ വിഷയമല്ല. ഇനി ഊടുണ്ടെങ്കിൽ കൊടുത്തതേ 2 വർഷം വിളിക്കാണ്ടത് എന്ത് അത്രമേ. എന്തേ ഈ സമാജം എന്താ അങ്ങനായേ? ഈ സമുദായം എന്താ അങ്ങനായേ? എന്തേ അങ്ങനായേ? ഒగ్గട്ടിനല്ലേ വളവിതേന്ന് അത് എഴുതി വെക്കുള്ളതല്ല, അത് സാഹിത്യം എഴുതുകൊള്ളതല്ല, അത് നോവൽ എഴുതുള്ള ഡയലോഗല്ല, അത് പ്രസംഗിക്കുള്ളതല്ല, അത് ഞങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുള്ളത്. നിന്റെ പാർട്ടി പങ്കട പുറത്തുപോയി ഈമാനിന്റെ വിഷയത്തിൽ ഒന്നാവണോ, ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒന്നാവണോ, സമുദായത്തിന് സഹകരിക്കുന്ന വിഷയത്തിൽ, സമുദായത്തോട് സഹകരിക്കുന്ന വിഷയത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നാകണോ. അവിടെ ഞങ്ങൾക്ക് പാർട്ടിയില്ല, പങ്കടയില്ല, പണയില്ല, ഭിന്നാഭിപ്രായമില്ല, എല്ലാവരും ഒന്നാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. ഷഫീഉനാ റസൂലുള്ളാഹി ഷഫീഉനാ റസൂലുള്ളാഹി. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ളാ. മുഅ്മിനീങ്ങ പരസ്പരം ഒരു ബിൽഡിംഗ് പോലെ, 4 പില്ലറുള്ള ഒരു ബിൽഡിംഗ് പോലെ. മുസ്ലിമീങ്ങ മുഅ്മിനീങ്ങ ഏത് പാർട്ടിയാവട്ടെ, ഏത് പങ്കടാവട്ടെ, ഏത് ഗ്രൂപ്പിലെ മെമ്പറാവട്ടെ, അങ്ങ ഉണ്ടല്ലേ ഈമാൻ ഇസ്ലാം വെച്ച് നോക്കുമ്പോ ഒരു ബിൽഡിംഗ് പോലെ. യശുദ്ദു ബഅ്ദുഹു ബഅ്ളാ. അതുണ്ടല്ലേ 4 ഭാഗം കൂടിയെങ്കിലേ ആ ബിൽഡിംഗ് കെട്ടിയാവൂ. 4 ഭാഗം കൂടിയെങ്കിലേ ആ ബിൽഡിംഗ് കെട്ടിയില്ല നിൽക്കോ. 4 ഭാഗം കൂടിയെങ്കിലേ ആ ബിൽഡിംഗ് നല്ല പോലെ ഭദ്രമായി ദൃഢമായി ചന്തത്തിൽ അവിടെ നിലനിൽക്കോ. ഏതെങ്കിലും ഒരു പില്ലർ ലൂസായാൽ, ഏതെങ്കിലും ഒരു കല്ലങ്ങ് ലൂസായി പോയാൽ പിന്നെ ബിൽഡിംഗ് അതാ തകർന്ന് തരിപ്പണമാകും. എങ്കിൽ അതുപോലെയാണ് മനുഷ്യര്, മുസ്ലിമീങ്ങളും അങ്ങനെയാണ്. ബിൽഡിംഗ് പോലെ ഒത്തൊരുമയോടെ ഒരു പെറ്റ മക്കളെ പോലെ, ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ചു ചേരേണ്ടവരാണ്. ഞങ്ങൾ ഭിന്നിച്ചിട്ട് എന്തായ ഉള്ളതെല്ലാം പോയി, എല്ലാം പോയി. ഇപ്പൊ ബേജാറാണ്. എന്തൊരു ബേജാറ്. ഇത് എപ്പോ പോവാ ഗ്യാസിന്റെ പൈസ കുറയുമോ, എപ്പോ പോവാ ഈ പെട്രോളിന്റെ പൈസ കുറയിടുമെന്ന്. ഇനി കുറയല്ലേ? നിങ്ങൾ ഇങ്ങനെ ആക്കിക്കൊണ്ടെങ്കിൽ ഓണേ പണ്ട ഓനി ദ്വിശത്തക്ക അടിക്കണം, ദ്വിശത്തക്ക. ഇപ്പൊ പെട്രോൾ ശത്തക്കായിട്ട് പോയല്ലേ, ഇനി ഡബിൾ സെഞ്ചുറിക്ക് പോണ്ട. ഞങ്ങ ഇല്ലല്ലേ, ഞങ്ങ നേരെ ഇല്ലല്ലേ. ഞാനോട് ജാതിമതം പറയുന്നതല്ല, വർഗീയം പറയുന്നതല്ല, അതിന്റെ ആവശ്യമില്ല. ഞങ്ങളിവിടെ ഹൈന്ദവനും മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും എല്ലാവരും ഈ ഭാരത മണ്ണിന്റെ മക്കളാണ്. എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ കഴിയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വിശിഷ്യ മുസ്ലിമീങ്ങള് ചെറിയ ചെറിയ പ്രയാസങ്ങള്, ഭിന്നാഭിപ്രായങ്ങള്, ഭിന്നമതകള്, അവിടെവിടെയോ നടന്നതായ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങള് അതങ്ങനെ പർവ്വതീകരിച്ച് ബിൽഡാക്കിയിട്ടങ്ങനെ ബെടക്കാവാ നിൽക്കണ്ട, പാടില്ല. ഇಬ್ಬರ ಜಗಳ ಮೂರನೆಯವನಿಗಳ ഇത് മറക്കണ്ട. അത് ഞങ്ങൾ കണ്ട, എല്ലായിടത്തും കണ്ട, MP വോട്ടില് കണ്ട, MLA വോട്ടില് കണ്ട, പഞ്ചായത്ത് വോട്ടില് കണ്ട, ഇൻഷാ അല്ലാഹ് എന്നത് ജമാഅത്ത് വോട്ടിലും കാണും. ഇയാൾ ഊർത്തി വിഷയമേ ചൊല്ലിട്ടാൻ വാന്ന് ഊടാങ്ങണൊന്നും ഇല്ലല്ലേ? നിങ്ങൾ അങ്ങനല്ല നിങ്ങൾക്ക് ആഗ്രഹം. ഊടങ്ങനത്തെ ഒരു വിഷയം ഇല്ലല്ലേ? ഉണ്ടെങ്കിൽ കൊടുത്തതേ നാളെ ഭർത്ത ക്ലിപ്പോ എന്തിപ്പതിന് കൗസറുള്ളല്ലേ, ക്ലിപ്പാക്കിട്ട്. അൽഹംദുലില്ലാ, നല്ല ലൈവ്. ഞങ്ങളെ റായത്തെ ചെറുക്ക
മാത്രമല്ല നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ദിവസങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലൈവായി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് വളരെയധികം ക്ലാരിറ്റിയോടെ എത്തിക്കുന്ന നമ്മുടെ അൽ കൗസർ ചാനൽ, മീഡിയ ചാനൽ, അതൊക്കെ എല്ലാവരും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഈ വേണ്ടാത്ത വീടെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ യൂട്യൂബ് മുതലാക്കേണ്ടതല്ല, MP തീർക്കേണ്ടതല്ല. ഇതിലൊരുപാട് ആത്മീയ മജ്ലിസുകളുണ്ട്, വലിയവരായ സാദാത്യങ്ങളുടെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കണം. അൽ കൗസർ മീഡിയ. അല്ലാഹു തആല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ അഹങ്കരിക്കേണ്ടവരല്ല, ഒരിക്കലും അഹങ്കരിക്കേണ്ടവരല്ല. സത്യം പറഞ്ഞാൽ ഒരു കൊതുകിന്റെ അത്ര പോലും ശക്തി മനുഷ്യർക്കില്ല. മനുഷ്യനെ മറ്റുള്ളതിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെടുത്തുന്നത് അവന്റെ ബുദ്ധി മാത്രമാണ്, ശക്തിയല്ല. നിങ്ങൾ നോക്കൂ, കൊതുകിനെ നോക്കൂ. ഞങ്ങളെ തടിയിൽ ബ്ലഡ് ഉണ്ട്, ചോര ഉണ്ട്, ഇല്ലേ? ഓരോരുത്തൻ്റെ ചോര ഓരോരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ചെന്നപ്പോൾ ഈ ഗ്രൂപ്പല്ല വന്നവിടെ, അല്ലേ? നിങ്ങൾ നല്ലോട്ടില്ലേ? വ്യാപ്തി പ്രദേശത്തിന്റെ ഒളകെ ಹೊರಗೆ ഉള്ളാർ ചിരിച്ചോണ്ടുള്ളാർ. മാഷാ അല്ലാഹ്. വഅലമു ഉമ്മത സയ്യിദന മുഹമ്മദ്. ആ കൊതു ഞങ്ങളെ നണ്ട ചോര എ ഗ്രൂപ്പ് മസലൻ, ഫോർ എക്സാമ്പിൾ നണ്ട ബ്ലഡ് എ ഗ്രൂപ്പ്. PDA അൽഹംദുലില്ലാ ഞങ്ങള് എൻഗമെന്റ്സ്, യൂത്ത് വിങ്, പിന്നെ ഞങ്ങൾ ഖിദ്മത്തുൽ ഇസ്ലാം എൻഗമെന്റ്സ്, അതുപോലത്തെ സംഘസംസ്ഥ എല്ലാം അവിടെ രക്തദാന ശിബിര, രക്തബാങ്ക് ശിബിര എല്ലാം നടത്തിക്കൊണ്ടുണ്ട്. സാധാരണ എല്ലായിടത്തും അതാ ചോര ഇപ്പം എല്ലായിടത്തും വേണ്ടി വരുന്നല്ല, ആസ്പത്രിക്കല്ല. അപ്പം അങ്ങനെ ആക്കിയോണ്ട് ചോര എ ഗ്രൂപ്പിന്റെ ബ്ലഡ്, എ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ള ആർക്കാണോ വേണ്ടത് അയാൾക്കേ കൊടുക്കണോ? അവ B ഗ്രൂപ്പ് ഉള്ളവന്റെ തടിയിലേക്ക് എ ഗ്രൂപ്പ് ബ്ലഡിന്റെ ഒരിത്തിരി പോയാൽ സ്പോട്ടിൽ അവണ്ടെത്താവും, മരണപ്പെടും. B ഗ്രൂപ്പിന്റെ രക്തം B ഗ്രൂപ്പിനെ ചേരൂ. AB ഗ്രൂപ്പ് ബ്ലഡ് B ഗ്രൂപ്പ് തന്നെ ചോര പരിപ്രാവം കയ്യ. എങ്കിൽ നമ്മൾ കൊതുവിനെ നോക്കൂ. ആ ഇത്തരക്കുള്ള കൊതു കണ്ണില് കാണുന്നില്ല, 2 ബെരലിന്റെ ഇടയിൽ ഇട്ടിട്ട് ഉരുട്ടിയെങ്കിൽ അഡ്രസ് ഇല്ല, അല്ല മൈ പോലെ ആവും, മൈ പോലെ. ആ കൊതു എത്ര ആളെ ചോര ഒരു സെക്കൻഡിൽ കുടിക്കുന്നു, ഒരു മിനിറ്റിൽ. B ഗ്രൂപ്പിൻ്റെത് കുടിച്ചിട്ട് നേരെ A ഗ്രൂപ്പിലേക്ക്, A ഗ്രൂപ്പിൻ്റെത് കുടിച്ചിട്ട് നേരെ AB ഗ്രൂപ്പിലേക്ക്. അതിന് എന്തോ ആയിട്ടില്ല. സത്യത്തിലൂടെ ശക്തൻ ആര്? പിന്നെ എന്തിനു നമ്മൾ അഹങ്കരിക്കണം? ആരുമല്ല. മനുഷ്യരെ, നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ നിശക്തരാണ്, നിങ്ങൾ അശക്തരാണ്, നിങ്ങൾ അഹങ്കരിക്കേണ്ടവരല്ല. കാണുന്ന മരാതാ തെങ്ങ്, ആ ട്യൂബ് കെട്ടിയ തെങ്ങ്, ഈ സദസ്സിന്റെ നടുവിലുള്ള ആ തെങ്ങ്, അത് 4 ആൾമാർക്ക് കൂടിയിട്ട് മറിക്കണമെങ്കിൽ വല്ല ഇരുമ്പിന്റെ ഗർഗാസ് വേണോ, അല്ലെങ്കിൽ തളുവാറ് വേണോ, അല്ലെങ്കിൽ കൊട്ടുപിക്കാസ് വേണോ, കോടാലി വേണോ, 2-3 കൗണ്ടന്മാരങ്ങനെയും വേണോ? വേണ്ടേ? ഇതാണ് മനുഷ്യനെങ്കിൽ ആ തെങ്ങൊന്നും മറിച്ചിടാൻ ചെതലിന് ഗർഗാസ് വേണ്ട, ചെതലിന് ഗൗണ്ടന്മാർ വേണ്ട, ബയ്യന്മാർ വേണ്ട, ചെതലിന് തളുവാറ് വേണ്ട. ചെതല് കൊന്തയല്ലേ, അറിയാണ്ട് പോയിട്ട് ഉൾഗ മാന്തുന്നോ, അങ്ങനത്തെ കുറെ ചെതൽ ഞങ്ങൾ റായത്തിലും ഉണ്ട്. തലയിൽ തൊപ്പിയെല്ലാം കാണും, ആയെങ്കിലും ബുദ്ധി ചെതലിന്റെ പോലത്തെ ഉൾഗ പോയിട്ട് മെല്ലെ ചൊറണ്ടിട്ട് സീത പോണ്ട്, എന്തെങ്കിലും ഒന്ന് ചൊന്ന് പോയിട്ട് വിത്തനാക്കിയിട്ട് പോണ്ട്. നോക്കൂ, ആർക്ക് ശക്തി? മനുഷ്യനുക ചെതലുക. എന്താ നിങ്ങൾ തൽവാർ കൊടുത്താറ തെങ്ങ് മുറിക്കാം? എത്ര അക്കേശ മരം മുറിച്ചിട്ടത് സൈഡില്? എത്ര അക്കേശ മരം മുറിച്ചിട്ട്? ഗർഗാസ് കൊണ്ടായിട്ടില്ല, ഏതെങ്കിലും ഒരു കാർക്കാണ് ആൾമാരെ കൊണ്ടുവന്നിട്ടില്ല, എഞ്ചിൻ കൊണ്ടുവന്നിട്ടില്ല, ക്രൈൻ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങ ബാള ഒരു തെങ്ങ് മുറിക്കൊണ്ട്, ഒരു കങ്ങ് മുറിക്കൊണ്ട് വാ, നിങ്ങൾ നാളെ വാ, നാലാൾ 3 മയ്യാവല ചെതള് ഒരാളെയും വിളിച്ചിട്ടില്ല. അത് ഇത്ര പോയിട്ട് മെല്ലെ പറക്കിയിട്ട് 4 നേരത്തെ മറിച്ചിട്ട്. പിന്നെ നീ എന്ത് അഹങ്കരിക്കുന്നു? അയാൾ അങ്ങനെ ചൊല്ലോ തീരുവാ. നീ ആറില്ലേ? നീ ആറ്? അഹങ്കാരിക്കണ്ട, അഹങ്കാരം പാടില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, മനുഷ്യനെ അഹങ്കരിക്കരുത്. അഹങ്കാരം വർദ്ധിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങുന്നത്. അന റബ്ബുക്കുമുൽ അഅ്ലാ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് വലിയവന്, ഞാനാണെല്ലാം നേടിയവന്. അന റബ്ബുക്കുമുൽ അഅ്ലാ, എല്ലാത്തിനും
എല്ലാത്തിൻ്റെയും മേലെ ഞാനാണെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചപ്പോ ശക്തനായ മല്ലനായ ധീരനായ പണക്കാരനായ രാജാവായ ഫിർഔനിന് പടച്ച റബ്ബ് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് മുക്കിക്കൊന്നു. മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു ഇവിടെ ലോകത്ത്. പാറക്കല്ലുകളില് വെല്ല വെല്ല പാറമടകളില് വെല്ല വെല്ല ബണ്ടകള്ളിന് കൈകൊണ്ട് ചുരണ്ടിയിട്ട് പല്ലുകൊണ്ട് ചുരണ്ടിയിട്ട് കൈവിരലുകളെ കൊണ്ട് ചുരണ്ടിയിട്ട് വെല്ല വെല്ല ഫ്ലാറ്റ് ഉണ്ടാക്കിയിരുന്നു അവര് പാറക്കല്ലില്. ഞങ്ങ ഇത് ഈ ചോന്ന മണ്ണിന്റെ അവിടെ ഫ്ലാറ്റ് ആക്കണമെങ്കിൽ 12 JCB പറഞ്ഞു ആ മണ്ണെടുക്കും അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ജാബുസ്സഖറ ബിൽവാദ്, ജാബുസ്സഖറ ബിൽവാദ്. സുബ്ഹാനല്ലാഹ്. ഖുർആനാണ്. പഴയ കാലത്തുള്ള ജനങ്ങള് ശക്തരായിരുന്നു, എല്ലാം കൊണ്ട് ധീരരായിരുന്നു, ഉഷാറായിരുന്നു. കൈ കൊണ്ട് മാന്തിയിട്ടാണ് പാറക്കല്ല് വട്ടയാക്കിയിട്ട് പൊരയാക്കിയിരുന്നത്, റൂമാക്കിയിരുന്നത്, ഫ്ലാറ്റാക്കിയിരുന്നത്, ബണ്ടകല്ല് കൊട്ടാരമാക്കിയിരുന്നത്. വെല്ല വെല്ല ബണ്ടകല്ലിനെ അറമനയാക്കിയത് കൈകൊണ്ട് ചുരണ്ടിയിട്ട്. ഇന്നും അത് കാണാ. ഈജിപ്തിന്റെ മണ്ണിലേക്ക് പോയാൽ, ലബനാനിന്റെ ഡമസ്കസിന്റെ ഭാഗത്തേക്ക് പോയാൽ, അവരുടെ നൂറ്റാണ്ടുകൾ 1000 ആണ്ടുകൾക്ക് മുമ്പത്തെ വലിയ വലിയ പാറക്കല്ലുകളെ കൊണ്ടുണ്ടാക്കിയ വീടുകള് ഇന്നും അത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ശക്തരാണ്, ശക്തരാണ്, ശക്തരാണെന്ന് പറഞ്ഞ ഈ ഭൂമിയിൽ അഹങ്കാരം അവർ കാട്ടിയപ്പോ, പടച്ച റബ്ബിനെ ധിക്കരിച്ചപ്പോ അവരെ അതാ അല്ലാഹു മുച്ചൂടെ നശിപ്പിച്ച് കളയുകയാണ്. അവരെ നാട് മണ്ണിന്റെ അടിയിലാക്കി, മറ്റൊരു കൂട്ടരെ പന്നികളാക്കി, കുരങ്ങന്മാരാക്കി അല്ലാഹ് കോലം മാറ്റി. അതുകൊണ്ടാ പറയുന്നത് അഹങ്കരിക്കരുതെന്ന്, അഹങ്കാരം വേണ്ട എന്ന്. പൊന്നു മുസ്ലിമേ, പടച്ച റബ്ബ് തന്ന നിഅമത്തുകളെ മറക്കണ്ട, അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ മറക്കണ്ട. ഈ സന്ദർഭവും വലിയൊരു അനുഗ്രഹമാണ്. ശഅബാനാകുന്ന പുണ്യമാകപ്പെട്ട മാസത്തില്, അനുഗ്രഹീതമായ മാസത്തില് സലാത്ത് പറയണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അള്ളാന്റെ ആയത്തിറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ഈ മാസത്തില് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിട്ട് മസ്ജിദുൽ ഹറമിലേക്ക്, കഅബയിലേക്ക് ഞങ്ങളെ ഖിബ്ല മാറ്റിയത് ഈ ശഅബാൻ മാസത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? ഷാബാന് ഞങ്ങക്ക് ഷാബാനായ എന്താ റമളാനായ കാട്ടുകോതിക്കുന്ന സംക്രാന്തിയില്ലേ? മനുഷ്യൻക്കല്ലേ സംക്രാന്തിയും ജാത്രയും അതും ഇതല്ല. ഞങ്ങക്ക് ഷാബാനായങ്ങും ഒന്നേ, റമളാനായങ്ങും ഒന്നേ, ദുൽഹജ്ജായങ്ങും ഒന്നേ.